ഹവ്വ ഖുർആനിലും ബൈബിളിലും എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ആദ്യമായി എല്ലാ വിദ്യാർത്ഥികളെയും ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ ക്ലാസ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ സൈഫുദ്ദീൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. സൗണ്ട് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അതുപോലെ തന്നെ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ സ്ത്രീ എന്ന വർക്ക്ഷോപ്പിലെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഹവ്വ അല്ലെങ്കിൽ ഈവ് എന്ന് ബൈബിളിൽ വിളിക്കപ്പെടുന്ന ആദ്യ മാതാവിൻ്റെ, മനുഷ്യ സ്ത്രീയുടെ ചരിത്രം അത് വളരെ അനിവാര്യമായും തന്നെ ഖുർആൻ വിശദമായി സംസാരിക്കുന്നത് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഖുർആൻ അവതരിച്ചത് എന്നുള്ള ചോദ്യമുണ്ട്. മുൻകാല വേദഗ്രന്ഥങ്ങളെ എന്തിന് പരിശുദ്ധ ഖുർആൻ വിമർശന വിധേയമാക്കുന്നു എന്നുള്ള ചോദ്യവും നമ്മുടെ മുമ്പിലുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ആകമൊത്തം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബൈബിളിന്റെയും തൗറാത്തിന്റെയും ആൾക്കാരെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും ഈ രണ്ട് വേദഗ്രന്ഥങ്ങളിലും അതിൻ്റെ കൂടെ തന്നെ ഇസ്രായേലി സമൂഹത്തിൽ വന്ന പലവിധ വേദഗ്രന്ഥങ്ങളിലും അവർ നടത്തിയ കൈകടത്തലുകളെയും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്തതിൻ്റെയും ഡിലീറ്റ് ചെയ്തതിൻ്റെയും ഇങ്ങനെ പലതരത്തിലുള്ള ഇടപെടലുകളെ, അത് ശരിയല്ലാത്ത തരത്തിലുള്ള ഇടപെടലുകളെ ശക്തമായി ഖുർആൻ വിമർശന വിധേയമാക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ ബൈബിളിൽ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ബൈബിൾ അല്ലെങ്കിൽ തോറ എന്ന് വിളിക്കപ്പെടുന്ന ഓൾഡ് ടെസ്റ്റ്മെന്റ് ഭാഗമാവട്ടെ ന്യൂ ടെസ്റ്റ്മെന്റ് ഭാഗമാവട്ടെ, അതായത് പഴയ നിയമമോ പുതിയ നിയമമോ ഈ രണ്ട് ഭാഗമാവട്ടെ, അതിന്റെ കൂടെ തന്നെ യഹൂദന്മാർ അവരുടെ കയ്യിൽ വെക്കുന്ന തൽമൂദ് എന്ന് പറയുന്ന ഒരു നിയമ സംഹിതയുടെ അതിലുള്ള വിശദീകരണമാവട്ടെ, ഇതിനെയെല്ലാം ശക്തമായി തിരുത്തി എഴുതിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ വിശ്വസിക്കുന്ന വിശ്വാസ ആചാരങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ആദം അലൈഹി ഇസ്ലാമിന്റെയും അദ്ദേഹത്തിന്റെ പ്രിയതമ ഹവ്വയുടെയും ജീവിത ചരിത്രം. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ആദം അലൈഹി ഇസ്ലാമിനെ ആദ്യ മനുഷ്യനായി സൃഷ്ടിക്കുന്നു. ആ സൃഷ്ടിപ്പിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുമായി ബന്ധപ്പെട്ട ഒരു സംവാദം സൂറ ബഖറയിൽ വിശദീകരിക്കുന്നുണ്ട്. ആ സംവാദത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഞാൻ ഒരു ഖലീഫയെ, പ്രതിനിധിയെ, ഒരു അള്ളാഹുവിന്റെ ഉത്തരവാദിത്തങ്ങൾ ഭൂമിയിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരാളെ നിയോഗിക്കുന്നു എന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ബഖറയിൽ പറയുന്നു. ഇത് ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പായി തന്നെയാണ്. അതിനുശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സൃഷ്ടിപ്പ് ഉണ്ടാവുകയും പിന്നീട് ആദം അലൈഹി ഇസ്ലാമിന്റെ ഇണയായും പിന്നീടുള്ള ബാക്കി വിശദീകരണങ്ങളൊക്കെ വരുന്നത്. ആ സംഭവം നടക്കുന്നത് സ്വർഗത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണെന്ന് സൂറ ബഖറയിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സൂറത്തുൽ അഅറാഫിലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ ഉണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവ്വയെ പരാമർശിക്കുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധ ഖുർആനിൽ എങ്ങും ഹവ്വ എന്ന് പറയുന്ന നാമം പരാമർശിക്കുന്നില്ല. അത് നമുക്ക് ഹദീസുകളിലാണ് കാണുവാൻ കഴിയുന്നത്. അവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവ്വയെ ആദം അലൈഹി ഇസ്ലാമിന്റെ ഇണ സൗജി എന്ന് പറയുന്ന പദപ്രയോഗത്തിലൂടെയാണ് പരാമർശിക്കുന്നത്. ആ ഇണ എന്ന് പറയുന്ന പദം പോലും ഇസ്ലാമിന്റെ അടിസ്ഥാന സങ്കല്പത്തിനെ കുറിക്കുന്ന ഒരു പദപ്രയോഗമാണ്. സൗജി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇണയും തുണയുമായി മാറുന്ന ഒരാൾ. അതായത് നമുക്കറിയാമല്ലോ, മുൻകാലഘട്ടങ്ങളിൽ ഈ ചരിത്രത്തെ കുറിച്ചുള്ള പഠനങ്ങളിലെല്ലാം പൊതുവെ പറയപ്പെടുന്നത്
പുരുഷന്റെ അടിമയായും സബ്സർവിയന്റായും കീഴടങ്ങി ജീവിക്കുന്ന ഒരു ജീവിവർഗം എന്ന നിലയിലായിരുന്നു മുൻകാല നാഗരികതകളിലും സംസ്കാരങ്ങളിലും എല്ലാം സ്ത്രീയെ പരാമർശിച്ചിരുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ ആദം അലൈഹി ഇസ്ലാമിന്റെ പ്രിയതമയെ പരാമർശിക്കുന്നത് സൗജ് എന്ന് പറയുന്ന പദപ്രയോഗത്തിലൂടെയാണ്. ഇണ, തുണ എന്ന അർത്ഥത്തിലുള്ള പദപ്രയോഗത്തിലൂടെയാണ്. എന്ന് വെച്ചാൽ ഒരേപോലെ രണ്ടുപേർക്കും ഏജൻസി ഉള്ള രണ്ട് വ്യത്യസ്ത എൻറ്റിറ്റിയായി അള്ളാഹു സുബ്ഹാനഹു തആല ആണിനെയും പെണ്ണിനെയും ആ ഭാഗത്ത് ചിത്രീകരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോ അങ്ങനെയാണ് ഹവ്വയെ ചിത്രീകരിക്കുന്നത്. നമ്മൾ ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് മുൻകാല വേദഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് ബൈബിളിൽ, നിലവിലുള്ള ബൈബിളിൽ ഹവ്വയെ പരാമർശിക്കുന്നത് എന്ന് പഠിച്ചാൽ മാത്രമേ എന്തുകൊണ്ട് ഖുർആൻ ഈ ഒരു സംഭവത്തെ, സ്വർഗീയ ജീവിതത്തെയും അതിനുശേഷമുള്ള അവർക്കിടയിൽ സംഭവിച്ച സംഭവവികാസങ്ങളെ പരാമർശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു ചർച്ചയെ ഉൾക്കൊള്ളിക്കുന്നതിന് മുമ്പ് ബൈബിളിൽ ഇതുമായി ബന്ധപ്പെട്ട ചെറിയൊരു പരാമർശം നമുക്ക് നടത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഖുർആന്റെ വിശദീകരണം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുൻകാല വേദഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള വിമർശനമാണല്ലോ. അതുകൊണ്ട് തന്നെ ബൈബിളിൽ ഹവ്വയെ ചിത്രീകരിക്കുന്ന രീതി ഇപ്രകാരമാണ്. ആദ്യത്തെ ചാപ്റ്റർ, ഉൽപ്പത്തി അല്ലെങ്കിൽ ജനസിസ് എന്ന് വിളിക്കപ്പെടുന്ന ചാപ്റ്ററിൽ ഹവ്വയെ സ്വാഭാവികമായും പരാമർശിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചതിനെ കുറിച്ച് ഉൽപ്പത്തി 1-ാം ഭാഗത്ത് 27-ാമത്തെ സൂക്തത്തിൽ അവിടെ പൊതുവായി പരാമർശിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഉൽപ്പത്തിയിൽ തന്നെ 18-ാമത്തെ സൂക്തത്തിൽ 18-ാമത്തെ സൂക്തത്തിൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് അനുയോജ്യമായ ഒരു സഹായിയെ ഞാൻ നൽകും എന്ന് ദൈവം അരുളി ചെയ്യുന്നതായി ഉൽപ്പത്തിയിൽ പരാമർശിക്കുന്നുണ്ട്. അതേ ഭാഗത്ത് തന്നെ ആ ഉൽപ്പത്തി എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള ഭാഗമാണ്. അത് ഓൾഡ് ടെസ്റ്റ്മെന്റിലാണ് ഇതുള്ളത്, പഴയ നിയമത്തിലാണ് ഇതുള്ളത്. ആ ഉൽപ്പത്തിയിൽ പിന്നീട് കർത്താവ് പറയുന്നതായി ബൈബിളിൽ പറയുന്നത്, ഉൽപ്പത്തിയിലെ 2, 21, 22 സൂക്തങ്ങൾ നോക്കുക. അവിടെ ഈ രീതിയിലാണ് പരാമർശിക്കുന്നത്. ആദമിന്റെ വാരിയിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിക്കുന്ന ഭാഗം അവിടെ പരാമർശിക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിൽ ആഴ്ത്തി ഉറക്കിക്കളഞ്ഞു. അങ്ങനെ അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയിൽ നിന്ന് ഒന്നെടുത്തു. ആ വാരിയല് കൊണ്ട് അവിടുന്ന്, അതായത് കർത്താവ്, ഒരു സ്ത്രീയെ രൂപപ്പെടുത്തി എന്ന രീതിയിലുള്ള വളരെ വ്യക്തമായി തന്നെ ആദമിന്റെ വാരിയിൽ നിന്ന് തന്നെയാണ് ഹവ്വയെ സൃഷ്ടിച്ചത് എന്ന് ബൈബിളിൽ ഈ വിശദീകരണം കാണാം. ബിബ്ലിക്കൽ നരേഷന്റെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു തആല പരാമർശിക്കുന്നത് ഹവ്വയെ, അവിടെ ബൈബിൾ പരാമർശിക്കുന്നത്, കർത്താവ് പറയുന്നു ഹവ്വയെ, ഈവിനെ ആദമിന്റെ വാരിയിൽ നിന്ന് തന്നെയാണ് സൃഷ്ടിച്ചതെന്ന് വളരെ വ്യക്തമായി തന്നെ ഇവിടെ പരാമർശിക്കുന്നത് നമുക്ക് കാണാം. അതിനുശേഷം അവിടെ ഇവരുടെ ഒരു വളർച്ചയും അതുമായി ബന്ധപ്പെട്ട വിശദീകരണം പറയുന്നുണ്ട്. തോട്ടത്തിന് പുറത്തുള്ള ജീവിതത്തെ കുറിച്ച് പരാമർശം പറയുന്നുണ്ട്. ഉൽപ്പത്തിയിൽ 1:4, 1-2 ഇതിൽ ഭാഗത്ത് ഹവ്വയുടെ പുത്രന്മാരായ കയീന്റെയും ഹാബേലിന്റെയും, അതായത് നമ്മൾ ഹാബീൽ എന്ന് അറബിയിൽ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ വിളിക്കപ്പെടുന്ന അവരുടെ ചരിത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഉൽപ്പത്തി 4:25 ഭാഗത്തില് സേത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഷേത്ത് എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു മകന്റെ ജന്മത്തെക്കുറിച്ചും അവിടെ പരാമർശിക്കുന്നുണ്ട്. അവിടെ പറയുന്നത്, ദൈവം എനിക്ക് ഹാബേലിന് പകരം മറ്റൊരു സന്തതിയെ നൽകി എന്ന് അവൾ പറയുന്നു, അതായത് ഹവ്വ പറയുന്നു എന്ന് പറയുന്ന ഒരു പരാമർശമുണ്ട്. ഈ തരത്തിൽ ബൈബിളിൽ ഈ ഒരു വിശദീകരണമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ കുറച്ചും കൂടി വ്യത്യസ്തമായിക്കൊണ്ട്, പുതിയ നിയമം എന്ന് പറയുന്നത് ഈസാ അലൈഹി ഇസ്ലാമിന് ലഭിച്ചതായി കരുതുന്ന ഇഞ്ചീലിന്റെ പിന്നീടുള്ള കളക്ഷനാണത്. അതുകൊണ്ട് പുതിയ നിയമം എന്ന് പറയുന്നത്. ആ പുതിയ നിയമത്തിൽ തന്നെ ചില ഭാഗങ്ങളിൽ ഈ ഒരു വിശദീകരണം പറയുന്നതായി പരാമർശിക്കുന്നുണ്ട്. അത് 2 കൊരിന്തോസ് അതിലെ 3-ാം ഭാഗത്ത്, പാമ്പ് തന്റെ കൗശലം കൊണ്ട് ഹവ്വയെ വഞ്ചിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിലുള്ള നിർമ്മലതയിൽ നിന്ന് തെറ്റിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പരാമർശത്തിൽ അവിടെ പാമ്പിനെ, അല്ലെങ്കിൽ പിശാചി പാമ്പിന്റെ രൂപത്തിൽ വരികയും ഹവ്വയെ വശീകരിക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട വിശദീകരണമാണത്. രണ്ടാമത് തിമോത്തിയോസ് ഭാഗത്ത് 13-14 ഭാഗത്ത് ആദമിന് ശേഷമാണ് ഹവ്വ സൃഷ്ടിക്കപ്പെട്ടതെന്നും അവളാണ് വഞ്ചിക്കപ്പെട്ടതെന്നും പൗലോസ് അപ്പോസ്തലൻ, പൗലോസ് എന്ന സെന്റ് പൗൾ ഇവിടെ സൂചിപ്പിക്കുന്നതായി ആ ഭാഗത്ത് പറയുന്നത് നമുക്ക് കാണാം. ഈ തരത്തിൽ പുതിയ നിയമത്തിലും ഇങ്ങനെ ഒരു പരാമർശം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ ഈ ഒരു പരാമർശത്തിലെല്ലാം ഹവ്വ ആണ്
ആദ്യ പാപത്തിന് കാരണക്കാരി എന്നും അതിന്റെ ഭാഗമായി തന്നെ അത് പിശാച്, അതായത് പാമ്പിന്റെ രൂപത്തിൽ വരികയും ഹവ്വയെ വശീകരിക്കുകയും ഹവ്വ പിന്നീട് ആദമിനെ അതിനെ പ്രേരിപ്പിക്കുകയും അങ്ങനെ ആ പഴം തിന്നു എന്നതും അതിന്റെ ഭാഗമായി ശിക്ഷിക്കപ്പെട്ടുവെന്നും അതിന്റെ ഭാഗമായി പിന്നീട് സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടുമെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. എത്രത്തോളം എന്നാൽ ഈ ഒരു കാഴ്ചപ്പാട് ഒറിജിനൽ സിൻ, അതായത് ആദി പാപം എന്ന് വിളിക്കപ്പെടുന്ന ക്രിസ്ത്യാനിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റിലേക്ക് അത് കണക്ട് ചെയ്യുന്നത് പോലും നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഈ തരത്തിൽ ബൈബിൾ പാരമ്പര്യത്തിൽ ആ ഒരു കുറ്റം ചെയ്ത ഹവ്വയെ ആണ് ഇവിടെ വിശദീകരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഹവ്വ ഏതെങ്കിലും തരത്തിൽ പശ്ചാത്തപിച്ചു എന്ന് പറയുന്ന ഒരു നേരിട്ടുള്ള വിശദീകരണം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ സാധിക്കില്ല. വേറെ ചില പരോക്ഷമായ ചില പരാമർശങ്ങളിലൂടെ ഹവ്വ അങ്ങനെ പശ്ചാത്തപിച്ചു എന്ന് പറയുന്ന ചില ആധുനിക വിശദീകരണങ്ങൾ നമുക്ക് കാണാം. അതിലൊന്ന് ഇതാണ്: ഏദൻ തോട്ടത്തിലെ കൽപ്പന ലംഘനത്തിന് ശേഷം ദൈവം ചോദ്യം ചെയ്തപ്പോൾ ഹവ്വ നൽകിയ മറുപടി പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ ഭക്ഷിച്ചു എന്ന് പറയുന്ന ഉൽപ്പത്തിയിലെ പരാമർശമാണ്. അതായത് സ്വയം ഏറ്റെടുക്കുകയല്ല, പകരം പാമ്പിലേക്ക് ആരോപണം ചാർത്തുന്ന ഒരു സ്ത്രീ എന്ന നിലയിലാണ് ഇവിടെ ഈ ഭാഗത്ത് ഹവ്വയെ ചിത്രീകരിക്കുന്നത്. അതായത് ഒരു കുറ്റസമ്മതത്തെക്കാൾ ഉപരി താൻ ചെയ്ത കുറ്റത്തിന് ഒരു കാരണം നിരത്തലായിട്ടാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നത്. എന്നാൽ ഖുർആനിന്റെ വിശദീകരണം മറ്റു രീതിയിലാണ്. നമ്മളത് വിശദീകരിക്കുമ്പോൾ പറയും, ഇതിന് ശിക്ഷയായിട്ട് ബൈബിളിൽ തന്നെ, അതായത് ഈ പഴയ നിയമത്തിൽ തന്നെ, ഉൽപ്പത്തിയിൽ തന്നെ നീ വേദന സഹിച്ച് പ്രസവിക്കും എന്ന രീതിയിലുള്ള ഒരു ശാപം പോലും വെക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് പ്രസവം, വേദന സഹിച്ച് അനുഭവിച്ച് പ്രസവിക്കുക എന്നത് ഒരു തരത്തിലുള്ള ശാപം എന്ന ഒരു പരാമർശം പോലും നമുക്ക് ഉൽപ്പത്തിയിൽ കാണാം. അതിന് ചില വ്യത്യസ്തമായ ഇന്റർപ്രിട്ടേഷൻ നൽകുന്നുണ്ടെങ്കിൽ പോലും ആ വാചകങ്ങളിലൂടെ തന്നെ ഹവ്വയെ ഒരു കുറ്റക്കാരിയായി ചിത്രീകരിക്കുകയും ലോക മനുഷ്യന്റെ ഉൽപ്പത്തിയിൽ ആദ്യത്തെ പാപം ചെയ്തത് ഒരു സ്ത്രീയാണ് എന്ന തരത്തിലുള്ള ഒരു വിശദീകരണമാണ് നമുക്ക് ബൈബിളിന്റെ ഈ ഇപ്പോഴുള്ള വിശദീകരണങ്ങളുടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനുശേഷം മറ്റു ചില കാര്യങ്ങളുമുണ്ട്. അതായത് ഈ പാപം ചെയ്തു എന്നിട്ടും ബൈബിളിൽ തന്നെ ഹവ്വ ഒരു ദൈവവിശ്വാസിയായി തുടരുന്നതായ ചില പരാമർശങ്ങളൊക്കെ നമുക്ക് കാണാം. അതായത് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം ചില പദങ്ങൾ ബൈബിളിൽ പരാമർശിക്കുന്നുണ്ട്. മക്കൾ ജനിക്കുമ്പോൾ, അതായത് കയീൻ ജനിക്കുമ്പോൾ ഹവ്വ പറയുന്നുണ്ട്, കർത്താവിന്റെ സഹായത്താൽ എനിക്കൊരു പുരുഷ സന്തതിയെ ലഭിച്ചു. ഈ കർത്താവിന്റെ സഹായം എന്നത് വിശ്വാസത്തിന്റെ അടയാളമായിട്ടും ആ കുറ്റം ചെയ്തതിന്റെ ഒരു പശ്ചാത്താപം ഉള്ള സ്ത്രീയുടെ ഒരു മനോഭാവമായിട്ടുമാണ് ഈ പദത്തെ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ സേത്തിന്റെ അല്ലെങ്കിൽ ഷേത്തിന്റെ ജനനത്തെയും ദൈവത്തിന് നന്ദി പറയുന്ന ഉൽപ്പത്തിയിൽ പരാമർശം കാണാം. ഈ പാമ്പിനോടുള്ള ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ അവിടെ ഭാവിയിൽ സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ തല തകർക്കുമെന്നൊരു വാഗ്ദാനമുണ്ട്. അതായത് പിശാചിനെ എതിർക്കുമെന്ന് പറയുന്ന ഒരു വാഗ്ദാനം ബൈബിൾ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വാഗ്ദാനം ആദമും ഹവ്വയും ഈ ദൈവിക വാഗ്ദാനത്തെ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് പരമ്പരാഗതമായി ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. അതായത് പശ്ചാത്താപം സ്വീകരിച്ചവരായിട്ട് ഒരു തരത്തിലുള്ള വിശദീകരണം ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഖുർആൻ പരാമർശിക്കുന്ന തരത്തിലുള്ള അവർ വസ്ത്രം ധരിക്കുന്നത്, അത് ബൈബിളിലും ചില വ്യത്യസ്തമായ വിശദീകരണങ്ങളുണ്ട്. അതിൽ ദൈവം അവർക്ക് നൽകിയ മൃഗത്തോൽ കൊണ്ടുള്ള വസ്ത്രം അവർ ധരിച്ചത് ദൈവത്തിന്റെ കാരുണ്യവും സംരക്ഷണവും അവർ സ്വീകരിച്ചു എന്നതിന്റെ പ്രതീകമാണ് എന്ന് പറയുന്ന ഒരു വിശദീകരണവുമുണ്ട്. ഇങ്ങനെയൊക്കെ വിശദീകരണമാണുള്ളതെങ്കിലും നേരിട്ട് ഈ ഹവ്വ കർത്താവിനോട് പശ്ചാത്തപിക്കുന്ന ഒരു വാക്ക് നമുക്ക് കാണുവാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതായത് കുറ്റം ചെയ്തിട്ടും പശ്ചാത്തപിക്കാത്ത ഒരു സ്ത്രീയായും ആ കുറ്റത്തിന്റെ ഭാഗമായി പിൽക്കാലത്ത് യേശുക്രിസ്തുവിന്, ജീസസിന് കുരിശുമരണം വരിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തെയാണ് ഈ ഒറിജിനൽ സിൻ, അതായത് ആദിപാപം എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റിയുടെ പ്രധാന ഒരു കൺസെപ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഭാഗമായി പാപത്തിലേക്കുള്ള ഒരു വീഴ്ചയെ ഈ ഒരു കുറ്റത്തിന്റെ ഭാഗമായി വിശദീകരിക്കുന്നുണ്ട്. അത് ഉൽപ്പത്തിയിൽ തന്നെ പാമ്പ് ഹവ്വയെ പ്രലോഭിക്കുകയും അവൾ വിലക്കപ്പെട്ട പഴം വിശദീകരിക്കുന്ന ഭാഗമുണ്ട്. സ്ത്രീ അത് കണ്ടു, ആ വൃക്ഷം ആഹാരത്തിന് നല്ലതിനും കണ്ണിന് ഇമ്പമുള്ളതിനും അറിവ് പകരാൻ ആഗ്രഹിക്കത്തക്കതുമാണ് എന്നത് ഭർത്താവിനും നൽകി. അതായത് ആ തരത്തിലുള്ള വിശദീകരണം ഭർത്താവിനും അറിയിച്ചു കൊടുത്തു എന്നാണ്
ബൈബിളിൽ പരാമർശിക്കുന്നത്. അതിന്റെ ഭാഗമായി ശിക്ഷാവിധികൾ ബൈബിൾ തന്നെ പരാമർശിക്കുന്നു. ഈ കൽപ്പന ലംഘിച്ചതിനു ശേഷം ചില പരിണിത ഫലങ്ങൾ ഇവർ അനുഭവിക്കേണ്ടി വന്നു. ഉൽപ്പത്തിയിൽ പറഞ്ഞ് ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ ഹവ്വയ്ക്ക് നിന്റെ ഗർഭവേദന ഞാൻ വർദ്ധിപ്പിക്കും, വേദനയോടെ നീ മക്കളെ പ്രസവിക്കുമെന്ന് ഉൽപ്പത്തിയിൽ 3:16 സൂക്തത്തിൽ അതിങ്ങനെ വിശദീകരിക്കുന്നത് കാണാം. ഉൽപ്പത്തി 3:20 പറയുന്ന ആദം അവൾക്ക് പേരിട്ടു, ആദം തന്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേരിട്ടു, എന്തെന്നാൽ അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്. അപ്പൊ ഈ പേര് വരുന്നത് ആദമിലൂടെയാണ് എന്ന് പറയുന്ന ഒരു വിശദീകരണം നമുക്ക് ബൈബിൾ കാണാം. ഈ തരത്തിലാണ് ബൈബിളിൽ ഹവ്വയെ ഈവിനെ ചിത്രീകരിക്കുന്നത് എന്നാണ് നമുക്ക് ബൈബിളിന്റെ ഈ വിശദീകരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ ഈ ഒരു കാര്യത്തെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ ഈ ഒരു കാര്യത്തെ കുറച്ചും കൂടി വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് കാണുന്നത്. ഇവിടെ ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ ഖുർആനിൽ ഈ ഹവ്വ അല്ലെങ്കിൽ ഈവ് എന്ന് പറയുന്ന പദം കാണുന്നില്ല. അള്ളാഹു അവരെ സൗജി എന്ന പദപ്രയോഗത്തിലൂടെയാണ് അത് വിശദീകരിക്കുന്നത്. മനുഷ്യവർഗത്തിന്റെ ഉത്ഭവം പറയുന്ന സൂറത്ത് നിസായിലെ 1-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. മനുഷ്യരെ, നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെയും സൃഷ്ടിക്കുകയും അവർ ഇരുവരിലുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്ത നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുമെന്ന് പറയുന്ന ആ ആയത്താണ് ആ ഹവ്വയെ ആ ഒരു പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇണയെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പരാമർശിക്കുന്ന ആയത്ത്. അതുപോലെ തന്നെ അള്ളാഹു ആദമിന്റെയും ഹവ്വയുടെയും സ്വർഗീയവാസത്തെ സൂറ ബഖറയിലും ആറാഫിലും വിശദീകരിക്കുന്നുണ്ട്. സൂറ ബഖറയില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആദമേ, അള്ളാഹു പറയുന്നത്, നാം പറഞ്ഞു, ആദമിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, നീയും നിന്റെ ഭാര്യയും നിന്റെ ഇണയും സ്വർഗത്തിൽ വസിക്കുക. വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമ. അതുപോലെ തന്നെ അതിൽ നിന്ന് യഥേഷ്ടം ഭക്ഷണം കഴിച്ചു കൊള്ളുകയും ചെയ്യുക എന്നതിന് ശേഷം അള്ളാഹു ഇവിടെ ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. വലാ തഖറബ ഹാദിഹി ഷജറ ഫതകൂനാ മിനൽ ളാലിമീൻ. നിങ്ങൾ ഈ വൃക്ഷത്തോട് അടുക്കുകയായി പോലും ചെയ്യരുത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അക്രമികളായി മാറുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഈ രണ്ട് ഭാഗത്തൊക്കെയും ആദമിനോടും ഹവ്വയോടും ഒരുപോലാണ് അള്ളാഹു പറയുന്നത്. ആദമിനെ ഹവ്വയെ ഒറ്റപ്പെടുത്തി പറയുന്നില്ല. പരിശുദ്ധ ഖുർആൻ ഈ ഒരു പഴം തിന്നുന്നതുമായി ബന്ധപ്പെട്ട വിശദീകരണം പറയുന്നതൊക്കെയും എടുത്തൊക്കെയും ഒന്നുകിൽ ആദം അലൈഹി ഇസ്ലാമിനെ പരാമർശിക്കുകയോ അല്ലെങ്കിൽ ആദമിനെയും ഹവ്വയെയും ചേർത്ത് പരാമർശിക്കുകയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്നുകൊണ്ട് തന്നെ എത്രത്തോളം വ്യത്യസ്തമായി ഇത് മാറുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ കൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, പിശാചിന്റെ പ്രലോഭനത്തെയും അവിടെ വിശദീകരിക്കുന്നുണ്ട്. ബൈബിളിന്റെ പാരമ്പര്യത്തിൽ വ്യത്യസ്തമായി ഖുർആനിൽ ഇബ്ലീസ്, പിശാച്, ശൈത്വാൻ ഇവരെ രണ്ടുപേരെയും ഒരുപോലെയാണ് പ്രലോഭിക്കുന്നതെന്ന് ഖുർആനിൽ കാണാം. സൂറത്തുൽ അഅറാഫിലെ 20-21 ആയത്തുകളിൽ അല്ലാഹു പറയുന്നത്, ശൈത്താൻ അവിടെ ലിയുബ്ദിയ ലഹുമാ മാ ബുരിയ അൻഹുമാ മിൻ സൗആതിഹിമാ വഖാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ഷജറ ഇല്ല അൻ തകൂനാ മലക്കൈന ഔ തകൂനാ മിനൽ ഖാലിദീൻ. അതായത് ഇബ്ലീസ് അവിടെ വസ്വാസ് നൽകുന്നു. അവർക്ക് അനന്തരം പിശാച് അവർ ഇരുവർക്കും ഇങ്ങനെ ഇത്തരത്തിലുള്ള വസ്വാസ് ഉപദേശിക്കുന്നത് കാണാം. അവൻ പറയുന്നു, നിങ്ങൾ ഇരുവരും മലക്കുകളായി തീരാതിരിക്കുവാനോ നിത്യജീവികളായി ഇരിക്കുവാനോ വേണ്ടിയല്ലാതെ നിങ്ങളുടെ റബ്ബ് ഈ വൃക്ഷത്തിൽ നിന്ന് നിങ്ങളെ വിലക്കിയിട്ടില്ല. തീർച്ചയായും എന്നിട്ട് അടുത്ത ആഴ്ചയിൽ പറയുന്നത്, സ്ലൈഡ് ഷോ ആക്കാമോ? സ്ലൈഡ് ചെറുതായതുകൊണ്ട് വായിക്കാൻ പ്രയാസമുണ്ട്. സ്ലൈഡ് ഷോ മോഡിലേക്ക് ആക്കാമോ? ഓക്കെ. ഇവിടെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ തരത്തിലുള്ള, അതായത് പിശാച് അവരെ പ്രലോഭിക്കുന്നത് രണ്ട് തരത്തിലൂടെയാണ്. ഒന്ന്, അള്ളാഹു നിങ്ങൾക്ക് നിത്യവാസികളാവാൻ നിങ്ങളെ ആഗ്രഹിക്കുന്നില്ല. ആ തരത്തിലുള്ള അവരെ പ്രലോഭനം നൽകുന്നു. മലക്കുകളാവാൻ നിങ്ങളെ ആഗ്രഹിക്കുന്നില്ല. അതായത് നിങ്ങൾ തിന്നുവാണെങ്കിൽ മലക്കുകളാവും
ഈ പഴം തിന്നാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലെ നിത്യവാസികളാകും. എന്നിട്ട് അതിന് പറഞ്ഞതിന് ശേഷം ഇന്നി ലക്കുമാ ലമിനൻ നാസിഹീൻ, 21-ാമത്തെ ആയത്തിൽ പറയുന്നത്, ഞാൻ തീർച്ചയായും നിങ്ങൾ അറിയണം, ഞാൻ നിങ്ങൾ ഇരുവരുടെയും ഗുണകാംക്ഷിയാണ് എന്ന തരത്തിൽ പിശാച് അവരോട് സത്യം ചെയ്യുകയും ചെയ്തു എന്നാണ് സൂറത്തുൽ അഅറാഫിലെ 20-21 ആയത്തിൽ വിശദീകരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ സൂറത്ത് താഹറയിലെ 121 ആയത്തിൽ അവരുടെ ഒരു അനുസരണക്കേടിനെ അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന്റെ അർത്ഥം, അള്ളാഹു അവർ ഇരുവരുടെയും, അതായത് വൃക്ഷത്തിൽ നിന്ന് അവർ ഭക്ഷിച്ചു, വിലക്കിയ കാര്യം ഭക്ഷിക്കുകയും അങ്ങനെ ആദം തന്റെ രക്ഷിതാവിനോട് അനുസരണക്കേട് കാണിക്കുകയും പിഴച്ചു പോവുകയും ചെയ്തു എന്നാണ്. മറ്റു പല ഭാഗത്തിൽ രണ്ടുപേരും തിന്നു എന്ന് പറയുന്ന ഭാഗത്ത് കാണാം, ഇവിടെ ആദം അലൈഹി ഇസ്ലാമിനെ മാത്രം പറയുന്നു എന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഹവ്വയെ ഒറ്റയ്ക്കാക്കി തനിച്ചാക്കി അള്ളാഹു ആ കുറ്റത്തെ വിശദീകരിക്കുന്ന നമുക്ക് ഖുർആനിൽ കാണാനേ സാധിക്കില്ല. അത് മാത്രമല്ല, രണ്ടുപേരും പശ്ചാത്തപിക്കുകയും പാപമോചനം ചെയ്യുകയും ചെയ്തതായി പറയുന്നുണ്ട്. രണ്ടുപേരും ഒരുപോലെ പശ്ചാത്തപിക്കുന്നു. സൂറത്തുൽ അഅറാഫിലെ 23-ാമത്തെ ആയത്തിൽ ഖാല റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവർ പറയുന്നു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുകയാണ്. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടകാരികൾ പെട്ടുപോകും എന്ന് പറയുന്നുണ്ട്. ലോക മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ പ്രാർത്ഥന അത് പശ്ചാത്താപവുമായി ബന്ധപ്പെട്ടതാണെന്നും അത് ആദമിന്റെയും ഹൗവയുടെയും അവർ ചെയ്ത ആ തെറ്റിനോടുള്ള പ്രതിക്രിയയും പാപമോചനത്തിന്റെ പ്രാർത്ഥനയുമാണെന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആ പ്രാർത്ഥനയിൽ തന്നെ ആ ബൈബിളിന്റെ വിശദീകരണത്തിന് നേരെ തിരുത്തായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പൊ ഈ തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഒരു വിശദീകരണത്തിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇവിടെ ഒരു റെസ്പോൺസിബിലിറ്റി, ബൈബിളിൽ ഖുർആനിലും എങ്ങനെയാണ് ഹവ്വയെ ചിത്രീകരിക്കുന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് പലപ്പോഴും ആദമിനെ വഴിതിരിച്ച ഒരു പ്രധാന കുറ്റവാളിയായിട്ട് ബൈബിളിൽ കാണുന്നു. എന്നാൽ ഖുർആനിലോ രണ്ടുപേരും തുല്യ ഉത്തരവാദിത്തമുള്ളവരായിട്ടാണ് വിവരിക്കുകയും ചെയ്യുന്നത്. അവർ ഒരുമിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്യുന്നത് കാണാം. അതിന്റെ കൂടെ തന്നെ വാരിയല്യമായി ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. അത് ഖുർആനിൽ അത് പരാമർശമില്ല, ചില ഹദീസുകളിൽ അതിന്റെ പരാമർശമുണ്ട്. അതിന് പണ്ഡിതന്മാർ അതിനെ സ്ത്രീയുമായി ഇടപെടേണ്ട അദബിന്റെയും സ്വഭാവത്തിന്റെയും സ്ത്രീയുടെ ഇമോഷനെയും വൈകാരികതയും മാനിക്കേണ്ടതിന്റെ ഒരു അനിവാര്യതയെ കുറിച്ചിട്ടുള്ളതാണ് ആ ഹദീസ് എന്ന് വിശദീകരിക്കുന്നത് കാണാം. അതിന്റെ കൂടെ തന്നെ ഈ ഒരു കുറ്റത്തിന്റെ പരിണിത ഫലം എന്തായിട്ടാണ് ബൈബിൾ പറയുന്നത്? അത് ക്രൈസ്തവ വിശ്വാസത്തിൽ അതൊരു ആദി പാപത്തിലേക്ക്, അതായത് ഒറിജിനൽ സിനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിശ്വാസമായിട്ടാണ് ബൈബിളിൽ പറയുന്നതെങ്കിൽ അള്ളാഹു അവര് ഒരു പുറത്തു കൊടുത്ത പിഴവായി കാണുകയും അതിന്റെ ഒരു പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുകയും ചെയ്തതായിട്ടാണ് നമുക്ക് ഈ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള വ്യത്യസ്തമായ ഒരു ഇമേജ് ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായി ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് ഈ ജന്മപാപം, അതായത് ആദിഭാവത്തിന്റെ ഒരു അഭാവം നമുക്ക് ഖുർആനിൽ കാണാം. ഖുർആനിൽ ഈ ഹവ്വ എന്ന് പറയുന്ന ആദമിനെ വഴിതെറ്റിക്കുന്നവളല്ല, മറിച്ച് ഈ ഇരുവരും ഒരുമിച്ച് പിഴവിൽ വീഴുകയും ഒരുമിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാപത്തിന്റെ ഉറവിടമായി ഒരിക്കലും ഖുർആൻ സ്ത്രീയെ കാണുന്നില്ല. അതിന്റെ കൂടെ തന്നെ ഹവ്വയ്ക്കും ഒരു ഹ്യൂമൻ ഏജന്റ് ഉണ്ട് എന്നതും തെറ്റ് ചെയ്തെങ്കിലും ആ തെറ്റ് സ്വയം ഏറ്റു പറയാനുള്ള ആർജവം ഹവ്വ കാണിക്കുന്നതായും ഖുർആൻ പറയുന്നു. അതുകൊണ്ടാണല്ലോ പ്രാർത്ഥന ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിളിൽ പോലും അങ്ങനെ ആ തെറ്റ് ഏറ്റെടുക്കുന്ന ഒരു പരാമർശം നമുക്ക് കാണാൻ കഴിയാത്തതും ഇതുകൊണ്ടാണ്. ഈ തരത്തിൽ നേരിട്ട് പശ്ചാത്താപം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഅറാഫിലെ 23-ാമത്തെ ആയത്തിൽ പറയുമ്പോൾ ബൈബിൾ നമുക്ക് അത് കാണുവാൻ കഴിയില്ല. അവിടെ ദൈവം കർത്താവ് ഹവ്വയോട് ചോദ്യം ചെയ്തപ്പോൾ വിശദീകരണം പറയുന്ന രീതിയിലാണ് ഉൽപ്പത്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പാമ്പെന്നെ വഴിതെറ്റിച്ചതാണ് എന്ന രീതിയിലാണ് പറയുന്നത്. എന്നാൽ ഖുർആനിൽ വിനീതമായി ആ തെറ്റിനെ ഏറ്റു പറയുന്ന ഒരു ഹവ്വയെ നമുക്ക് കാണാം. അതിന്റെ കൂടെ തന്നെ മക്കളുടെ ജനസമയത്ത്, അതായത് തനിക്ക് ഒരു അധികാരം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം ലഭിച്ചപ്പോൾ അവിടെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരാളെന്ന രീതിയിലാണ് ഹവയെ ചിത്രീകരിക്കുന്നതെങ്കിൽ അള്ളാഹു നൽകിയ പാഠങ്ങളിലൂടെ ഉടൻ തന്നെ തന്റെ ശരിയായ പദവി സ്വീകരിക്കുന്ന ഒരാളായിട്ട് എപ്പോഴും തൗബ ചെയ്യുന്ന ഒരാൾ എന്ന നിലയിലാണ് ഖുർആനിൽ
നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവ്വയെ ചിത്രീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ കൂടെ തന്നെ ഈ ആദാമിന്റെ വാരിയല് എന്നത് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്. അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദാമിന്റെ വാരിയൽ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടിൽ അതൊരു മെറ്റഫറിക്കൽ ആണെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ബൈബിളിൽ ആ തരത്തിൽ തന്നെയാണ് അതിനെ വിശദീകരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണെന്ന് പറയുന്ന വിശദീകരണങ്ങൾ നമുക്ക് കാണാം. ഖുറാനിലെ പരാമർശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുറാനിൽ ആദമിന്റെ വാരിൽ നിന്നാണ് ഹവ്വ സൃഷ്ടിച്ചത് നേരിട്ട് പറയുന്നില്ല. പകരം സൂറത്തുൽ നിസായിൽ നമ്മൾ നേരത്തെ പാരായണം ചെയ്ത സൂറത്തുൽ നിസായിലെ മിൻ നഫ്സിൻ വാഹിദ എന്ന് പറയുന്ന ഒരേ ആത്മാവിൽ നിന്നാണ് ഇണയെ സൃഷ്ടിച്ചതെന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. അവിടെ മൗലാന മൗദൂദി വളരെ അതിനൊരു വ്യത്യസ്തമായ വിശദീകരണം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് മനുഷ്യവംശത്തെ ആരംഭത്തിൽ ഒരേ വ്യക്തിയിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ഇതിന്റെ അർത്ഥം. ആദിമ പിതാവായ ആദം, ആ ഒന്നാമത്തെ മനുഷ്യൻ ആദമാണെന്നും അദ്ദേഹത്തിൽ നിന്നാണ് ഭൂലോകത്ത് മനുഷ്യ പരമ്പര വ്യാപിച്ചതെന്നും വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേ ആത്മാവിൽ നിന്ന് തന്നെ അതിന്റെ ഇണയം സൃഷ്ടിച്ചു. ഈ സൃഷ്ടിയുടെ വിശദ രൂപം നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവെ വിവരിച്ചിട്ടുള്ളതും ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതും ആദമിന്റെ വാരിയല് കൊണ്ടാണ് ഹവയെ പടച്ചതെന്നാകുന്നു. അതുപോലെ തൽമൂദിൽ വന്നിട്ടുള്ള കൂടുതൽ വിശദീകരണത്തിൽ വലത് ഭാഗത്തെ 13-ാം വാരിയല് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നും പറഞ്ഞിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഖുർആനിൽ ഇക്കാര്യത്തിൽ മൗനം ദീക്ഷിച്ചിരിക്കുകയാണ്. ഈ ധാരണയ്ക്ക് ഉപോത്ഭകമായി ഉന്നയിക്കപ്പെടാറുള്ള ഹദീസ് ആവട്ടെ സാധാരണ ധരിക്കപ്പെടുന്ന അർത്ഥമല്ല ഉള്ളത്. അതിനാൽ അള്ളാഹു അവ്യക്തമാക്കി വെച്ച കാര്യം അവ്യക്തമാക്കി തന്നെ വിടുകയാണ് ഉത്തമം. അതിന്റെ വിശദ രൂപം നിർണ്ണയിക്കാൻ സമയം കളയേണ്ടതില്ല. ഇത്തരത്തിലാണ് മൗലാന മൗദൂദി വിശദീകരിക്കുന്നത്. മുൻകാല പണ്ഡിതന്മാരും ഇതേപോലെ തന്നെ ഇമാം റാസിൻ അടക്കമുള്ള ആൾക്കാരൊക്കെയും അതിനൊരു മെറ്റഫറിക്കലായി വിശദീകരിക്കുന്ന ചില വിശദീകരണങ്ങളും കൂടി അദ്ദേഹത്തിന്റെ തഫ്സീർ ഉൾപ്പെടുത്തിയതായും നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇതിന്റെ ഹദീസുകളുള്ള പരാമർശം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹദീസിലാണ് ഈ വാരിയലുമായി ബന്ധപ്പെട്ട പരാമർശമുള്ളത്. അത് ബുഖാരി മുസ്ലിമിലും ഒരുപോലെ പരാമർശിക്കപ്പെട്ട ഹദീസാണ്. ഇസ്തവൂ ബിൻ നിസാ ഖൈറ ഫഇന്നൽ ഇംറഅത ഖുലിഖത മിൻ ലൈല ഫഇന്ന അവജ ഷൈഇൻ ഫീ ദില്ലി അലാഹു ഫഇൻ ദഹബ്ത തുഖീമുഹു കസർതഹു വഇൻ തറക്തഹു ലം യസൽ അവജ് ഫസ്തവസൂ ബിൻ നിസാ. സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഒരേപോലെ പരാമർശിക്കപ്പെട്ട ഹദീസാണ്. ഇതിന്റെ അർത്ഥം നിങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ നന്മ ഉപദേശിക്കുക. കാരണം സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വാരിയലിൽ നിന്നാണ്. വാരിയലുകളിൽ ഏറ്റവും വളഞ്ഞ ഭാഗം അതിന്റെ മുകൾ ഭാഗമാണ്. നീ അതിനെ നിവർത്താൻ പോയാൽ അതിനെ ഒടിക്കും. നീ അത് വിട്ടേക്കുകയാണെങ്കിൽ അത് വളഞ്ഞതായി കൊണ്ടേയിരിക്കുകയും ചെയ്യും. അതിനാൽ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ നന്മ ഉപദേശിക്കുക എന്നാണ് സുദാശനം പറഞ്ഞത്. അപ്പൊ ഈ ഒരു ഹദീസിനെ പല പണ്ഡിതന്മാരും, മുൻകാല പണ്ഡിതന്മാരും ആധുനിക പണ്ഡിതന്മാരും എല്ലാം സ്ത്രീയുടെ സ്വഭാവ സവിശേഷതയെയും വൈകാരികതയും ഇമോഷനെയും സെൻസിബിലിറ്റിയെയും പരിഗണിച്ചു കൊണ്ടിട്ടുള്ള ഇടപെടലിനെയാണ് പരാമർശിക്കുന്നതെന്നും ഇത് നേരിട്ട് ആദമിന്റെ വാരിയൽ എന്ന് പറയുന്ന ബിബ്ലിക്കൽ നരേഷന്റെ ആ ഒരു അതേ അർത്ഥത്തിൽ ആവാൻ സാധ്യതയില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഇനി ആണെങ്കിൽ പോലും അതൊരു വിഷയമായ കാര്യമല്ല. കാരണം അത് ഉറപ്പുവരുത്തി കൊണ്ടുവേണ്ട ഒരു കാര്യമല്ല. അള്ളാഹു അല്ലെങ്കിൽ മുസ്ലിം വസ്ലം ഒരു കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക എന്നതാണ് സാധാരണ പണ്ഡിതന്മാർ സ്വീകരിക്കുന്നത്. എന്നാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യസ്തമായ വായന ഈ ഒരു വിഷയത്തിൽ ഉണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഐഡിയ മുമ്പിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഒറിജിനൽ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യേണ്ടത്. അത് ചില പരാമർശങ്ങൾ ഞാൻ നേരത്തെ നടത്തിയിരുന്നു. അതായത് ആദമിന്റെ ലംഘനം മൂലം മനുഷ്യത്വം മുഴുവൻ പാപഭരിതമായിട്ടാണ് ഒറിജിനൽ സീൻ വിശദീകരിക്കുന്നത്. അതായത് ഈ ഒറിജിനൽ സീൻ എന്ന് പറയുന്നത് ഹവ്വയിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് ആദമിനെ തെറ്റിലേക്ക് ഹവ്വ കൊണ്ടുപോയി എന്നതുകൊണ്ടാണ് ഈ ഒരു ചർച്ച ഞാൻ പ്രത്യേകം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇസ്ലാമിന്റെ ഒരു വീക്ഷണം അത് ഫിത്ര എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ആദമിന്റെ ലംഘനം ഒരു താൽക്കാലിക പിഴവായിരുന്നു എന്നും അത് പൊറുക്കപ്പെട്ടുമെന്നുമാണ് ഇസ്ലാം കാണുന്നത്. ഈ ഒറിജിനൽ സിൻ എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഭാഗമായി ബിബ്ലിക്കൽ നരേഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജനനം എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും പാപത്തോടെ ജനിക്കുന്നു എന്നാണ്. എന്നാൽ ഇസ്ലാമിന്റെ കൺസെപ്റ്റിൽ കുല്ലു മൗലൂദ് യൂലദു അൽ ഫിത്രത്താണ്, പരിശുദ്ധിയോടുകൂടി ജനിക്കുന്നു എന്നാണ് ഇസ്ലാം കാണുന്നത്. അതുപോലെ തന്നെ രക്ഷയെക്കുറിച്ചുള്ള കൺസെപ്റ്റിൽ ഒരു മധ്യവർത്തി അല്ലെങ്കിൽ രക്ഷകൻ ആവശ്യമാണ് എന്നുള്ളതാണ്. എന്നാൽ ഇസ്ലാമിന്റെ കൺസെപ്റ്റിൽ പശ്ചാത്തലത്തിലുള്ള അള്ളാഹുമായിട്ടുള്ള നേരിട്ട ബന്ധത്തിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ്. അതായത് ജീസസിന്റെ കുരിശു വരണം, ആ മരണം എന്ന് പറയുന്നത് ഒറിജിനൽ സിന്നിന്റെ
അതിന്റെ ഒരു സാൾവേഷൻ ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇസ്ലാമിന്റെ കൺസെപ്റ്റിൽ അതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. മനുഷ്യ പ്രകൃതം എന്ന് പറയുന്നത് ഒറിജിനൽ സിന്നിന്റെ കൺസെപ്റ്റ് പ്രകാരം മൗലികമായി ദുഷിച്ചതാണ്. അത് കാരണം ഹവ്വയുമായി ബന്ധപ്പെടുന്നു എന്നതാണ്. എന്നാൽ ഇസ്ലാമിന്റെ വീക്ഷണപ്രകാരം മൗലികമായി ശുദ്ധമാണ് എന്നുള്ളതാണ്. ഈ ഒരു തരത്തിൽ ഈ ഒരു വിശദീകരണം മനസ്സിലാക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ സൂറത്തുൽ അറാഫിലും അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിലും വളരെ വിശദമായി തന്നെ സ്വർഗീയ വാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവർക്ക് വേദഗ്രന്ഥം കൊടുക്കുകയും പ്രവാചകന്മാരെ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടും ആ തരത്തിലേക്ക് വളരെ വ്യത്യസ്തമായ വളരെ തെറ്റായ കാഴ്ചപ്പാട് ഉണ്ടാക്കുകയും മനുഷ്യൻ ജന്മന പാപത്തോടെ ജനിക്കുന്നു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇസ്ലാമികമല്ല എന്ന് പഠിപ്പിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അതിന്റെ കൂടെ തന്നെ ഒരു സ്ത്രീയുടെ ആദ്യ മാതാവിന്റെ പരിശുദ്ധിയെ സംരക്ഷിക്കുക എന്നതും ഈ ഒരു ചർച്ചയുടെ പ്രധാന ലക്ഷ്യമാണെന്ന് നമുക്ക് ഈ ഖുർആൻ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇസ്ലാമിക വീക്ഷണ പ്രകാരം ഈ ജന്മപാപം അല്ലെങ്കിൽ ആദിപാപം എന്ന് പറയുന്ന സങ്കല്പമില്ല. ഫിത്ര എന്ന് പറയുന്ന ഒരു മനോഹരമായ ദർശനമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. നിഷ്കളങ്കമായ ജനനമാണ് ഓരോ കുഞ്ഞിനും ഉള്ളത്. പ്രകൃതിയാൽ ഒരു കുഞ്ഞും ഒരാളും എന്തല്ല പാപിയല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ. ഖുർആൻ പല ഭാഗങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു തത്വമാണ്. ഒരാളും മറ്റൊരാളുടെ പാപഭാരം ചുമക്കുകയില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്ആഹാ. അള്ളാഹു മറ്റൊരിടത്ത് പറയുന്നുണ്ടല്ലോ, അള്ളാഹു ഒരാൾക്ക് കഴിയുന്നതേ ഏൽപ്പിക്കുകയുള്ളൂ. അതായത് മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുത്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ മറ്റൊരാൾക്കില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദം അലൈഹി ഇസ്ലാം ചെയ്ത തെറ്റിന് അദ്ദേഹത്തിന്റെ സന്തതികൾ ഉത്തരവാദികളല്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഖലീഫ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെയും ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഈ ഒറിജിനൽ സിൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു കൺസെപ്റ്റിൽ മനുഷ്യനൊരു വീണ് പോയ ജീവിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ ഇസ്ലാമികമായ ഒരു കൺസെപ്റ്റിലോ മനുഷ്യൻ അപ്പോയിന്റഡ് ആയ ഖലീഫയായി എന്ന ഒരു ഉയർന്ന സ്ഥാനമാണ് നൽകുന്നത്. ആദം അലൈഹി ഇസ്ലാമിനോടൊപ്പം ഹവ്വയും ഈ ഖിലാഫത്ത് എന്ന് പറയുന്ന പദവിയിൽ തുല്യ പങ്കാളിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നു. ഭൂമിയിലേക്കുള്ള വരവ് ഒരു ശിക്ഷയല്ല. കാരണം ബൈബിളിൽ സ്വർഗത്തിൽ നിന്നുള്ള ഭ്രഷ്ട് ഒരു ബഹിഷ്കരണമായിട്ടാണല്ലോ ചിത്രീകരിക്കുന്നത്. എന്നാൽ ഭൂമിയിലേക്കുള്ള വരവ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഭൂമി ഞാൻ ഖലീഫയെ നിർണയിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ആശയമാണല്ലോ ഉള്ളത്. ഒരു നിയോഗത്തിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റാണ് ഇസ്ലാമിൽ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ കൂടെ ഹവ്വ എന്ന് പറയുന്ന ആ ഒരു എൻറ്റിറ്റി ഇസ്ലാമിക തത്വചിന്തയിൽ വളരെ വ്യത്യസ്തമായ ചില ഇമേജുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. വളരെ രസകരമായ ചില കൺസെപ്റ്റുകൾ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അവിടെ ഇസ്ലാമിന്റെ മെറ്റാഫിസിക്കലായിട്ടുള്ള ചർച്ചകളില് ഈ ഒരു ജലാൽ എന്ന് പറയുന്ന സൗന്ദര്യവും അതുപോലെ തന്നെ ശക്തി, ഒരു മെജസ്റ്റി സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു ആശയമുള്ള ജലാൽ എന്ന് പറയുന്ന രണ്ട് ആ പദാവലികളിലൂടെയാണ് നിലനിൽക്കുന്നത്. ആ ഒരു ബാലൻസിനെ സമ്മതവിരുദ്ധത്തെ ഫിലോസഫിയിൽ ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൽ ആദം അലൈഹി ഇസ്ലാമിനെ മെജസ്റ്റിയും സ്ട്രെങ്തും ഇനിഷ്യേറ്റീവ് എന്ന തരത്തിലുള്ള ഒരു മസ്കുലിൻ ഫോമായി ചിത്രീകരിക്കുമ്പോൾ ഹവ്വയെ ജമാലിന്റെ, സൗന്ദര്യത്തിന്റെ, കമ്പാഷന്റെ, കാരുണ്യത്തിന്റെ, റെസിപ്റ്റിവിറ്റിനെ എല്ലാം സ്വീകരിക്കാൻ കഴിയുന്ന ഒരു കഴിവിന്റെ ഒരു ഫെമിനിൻ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ഹവ്വയെ ഇസ്ലാമിക ഫിലോസഫിയിൽ ചിത്രീകരിക്കുന്നത്. അതുപോലെ തന്നെ ചില ഫിലോസഫേഴ്സ് പറയുന്നുണ്ട് ഹവ്വ ഇല്ലായിരുന്നുവെങ്കിൽ റഹ്മത്ത് എന്ന് പറയുന്നതിനെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു മാധ്യമ മാർഗം ഉണ്ടാകുമായിരുന്നില്ല എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതായത് റഹ്മ എന്നുള്ള പദത്തിന്റെ അർത്ഥം ഗർഭപാത്രം എന്നാണല്ലോ. അതിൽ നിന്നാണല്ലോ റഹ്മത്ത് എന്ന് പറയുന്ന കാരുണ്യം, അനുഗ്രഹം എന്ന് പറയുന്ന പദവുമായി നല്ല ബന്ധമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ആശയം വരുന്നത്. അതായത് സ്ത്രീയിലൂടെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഒരു മനുഷ്യരാശിയിലേക്കുള്ള ഒരു ഒഴുക്കിനെ അത് കാരണമാകുന്നു. അത് ഹവ്വയാണ് അതിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹ്യൂമൻ എസൻസിന്റെ ഒരു കണ്ണാടിയായി, ഒരു ദർപ്പണമായി, മുഴുവൻ മനുഷ്യരാശിയുടെയും ക്രിയേഷന്റെയും സൃഷ്ടിപ്പിന്റെയും വളർച്ചയുടെയും ഒരു ദർപ്പണമായി, ഒരു കണ്ണാടിയായി ഹവ്വ മാറുന്നു എന്ന് ഫിലോസഫിയിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് നിസായിലെ നമ്മൾ പരാമർശിച്ച ആ ഒന്നാമത്തെ ആയത്തിൽ നഫ്സിൻ വാഹിദ എന്ന് പറയുന്ന ഒരു പരാമർശമുണ്ടല്ലോ. അതിനെയും ഇസ്ലാമിക തത്വചിന്തന്മാർ വളരെ വളരെ ആകർഷകമായി, രസകരമായി വിശദീകരിക്കുന്നുണ്ട്. സാധാരണ മറ്റുള്ള ഫിലോസഫിയിലൊക്കെയും സ്ത്രീയെ വളരെ കുറഞ്ഞ, രണ്ടാം കിടമുള്ള, ഒരുപാട് പദവികൾ കുറഞ്ഞ ഒരു എൻറ്റിറ്റിയായി വിശദീകരിക്കുമ്പോൾ
എന്നാൽ ഇസ്ലാമിക തത്വചിന്ത ആദമിനെയും ഹവ്വയെയും അറിവിന്റെ സൃഷ്ടിപ്പിന്റെ ഒരു ഷെയർഡ് ആയ ഒരു സിംഗിൾ ആയ ഓണ്ടോളജിക്കൽ റൂട്ടിലേക്ക് ഒരു കണക്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇബ്നു അറബി അദ്ദേഹത്തിന്റെ ഫുസൂസുൽ ഹിക്കം വളരെ പ്രമുഖമായ ഒരു ഫിലോസഫി വർക്കാണ്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, അതായത് ഒരു മനുഷ്യന്റെ സ്ത്രീയോടുള്ള പ്രണയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനോടുള്ള പ്രണയത്തിന്റെ റിഫ്ലക്ഷൻ ആണ്, ഒരു പ്രതിഫലനമായിട്ടാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് ഹവ്വ എന്ന് പറയുന്ന ആദമിൽ നിന്ന് തിമാറ്റിക്കലി സ്പിരിച്വലി ആദമിൽ നിന്ന് എടുക്കപ്പെട്ടതായതുകൊണ്ട് ആദമിന് ഹവ്വയോടുള്ള ഈ ഒരു ബന്ധം, ഈ ഒരു ആശ്രിതത്വം, അത് ആദമിന്റെ തന്നെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഇബ്നു അറബി വിശദീകരിക്കുന്നത്. അതായത് ആദമിന്റെ ഒരു മനുഷ്യന്റെ പൂർണ്ണത അവന്റെ കൂടെയുള്ള സ്ത്രീയിലൂടെയാണ്. ആ ഒരു പ്രണയബന്ധം, അതിനൊരു കാരണക്കാരി ഹവ്വയാണ് എന്ന് ഇബ്നു അറബി വിശദീകരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇസ്ലാമിക് ഫിലോസഫിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സ്വർഗത്തിൽ നിന്നുള്ള ഒരു പുറത്താക്കൽ എന്ന് പറയുന്നത് തകർച്ചയുടെ ഭാഗമായിട്ടാണ് മറ്റുള്ള ഫിലോസഫി വിശദീകരിക്കുന്നതെങ്കിൽ ഇസ്ലാമിന്റെ ഫിലോസഫിയിൽ അങ്ങനെ ഒരു ആ തകർച്ചയല്ല, അതൊരു സ്ട്രെങ്ത് എന്നതിന്റെ ഭാഗമായിട്ടും ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടുമാണ് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ തന്നെ ഒരു സ്ത്രീ ആദമിന്റെയും ഹവ്വയുടെയും ആദ്യത്തെ മനുഷ്യന്റെ ഫ്രീവില്ലിന്റെയും ഭൗതികതയുടെയും ഒരു പ്രയോഗവൽക്കരണത്തിന്റെ ആദ്യ ഉദാഹരണമാണ്. മനുഷ്യന് തെറ്റുപറ്റാം, എന്നാൽ പോലും അവരുടെ ആദ്യ ഇടപാടുകളുടെ ഉദാഹരണമായ ആ സംഭവത്തെ അവർ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ മനുഷ്യരാശിയുടെ തുടക്കം, അതുപോലെ തന്നെ വിവരം അന്വേഷിക്കാനുള്ള അവരുടെ തൃഷ്ണ, താല്പര്യം എന്നതിന്റെ ഭാഗമായും ഹവ്വയെ ചിത്രീകരിക്കുന്ന ഫിലോസഫിക്കൽ മാനങ്ങൾ നമുക്ക് കാണാം. ഹവ്വ എന്ന് പറയുന്നത് ഈ ഭൂമിയിലേക്കുള്ള യാത്രയുടെ കോ ഏജന്റ് ആണ്. ഒരേപോലെ സ്വതന്ത്രമായി തന്നെ ഏജൻസി ഉള്ള ഒരാളായിട്ടാണ്. അതുപോലെ തന്നെ അതൊരു ആദമിന്റെ കൂടെയുള്ള ഒരു സെക്കൻഡറി ബൈസ്റ്റാൻഡർ എന്നതിനേക്കാളും അപ്പുറം ഒരേപോലെ ഏജന്റ് ഉള്ള ഒരു സ്ത്രീയായി ഹവ്വയെ ചിത്രീകരിക്കുന്നത് നമുക്ക് കാണാം. ഈ തരത്തിലാണ് ഹവ്വയെ ഇസ്ലാമിക തത്വചിന്തയിലും ഇസ്ലാമിന്റെ ചിന്തയിലുമെല്ലാം വിശദീകരിക്കുന്നത്. ഇതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം, ചില നാടോടി കഥകളിൽ, പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് ജിദ്ദ എന്ന് പറയുന്ന ആ ഒരു പദം രൂപപ്പെടാൻ കാരണം ജദ്ദത്ത് എന്നുള്ള പദത്തിൽ നിന്നാണെന്നും, ജദ്ദത്ത് എന്ന് വെച്ചാൽ വലിയ ഉമ്മുമ്മ എന്നുള്ള അർത്ഥമാണുള്ളത്. അത് ഹവ്വ വന്നിറങ്ങിയ സ്ഥലമാണ് ജദ്ദ എന്നതും അത് പിൽക്കാലത്ത് ജിദ്ദയായി മാറിയതാണെന്ന് എന്ന് പറയുന്ന ഒരു പരാമർശമുണ്ട്. കാരണം ആദ്യത്തെ ആരാധനാലയം കാബയാണെന്നും അത് ആദം അലൈഹി ഇസ്ലാം പണിഞ്ഞതാണെന്നും പറയുന്ന ചില റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ. അപ്പോൾ അത് ആ മക്കയിലേക്കുള്ള ഒരു വരവിന്റെ ഒരു ഭാഗം, അതായത് ഇന്നത്തെ സൗദിയിലേക്കുള്ള വരവിന്റെ ഭാഗമായും അങ്ങനെ രസകരമായ ഒരു ചരിത്ര വിശദീകരണം നമുക്ക് കാണാം. ഈ തരത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യരാശിയുടെ തുടക്കവും എന്ന നിലയിലും, അതുപോലെ തന്നെ ഖുർആൻ എന്നത് അത് ചരിത്രപരമായി മുൻകാല വേദഗ്രന്ഥങ്ങളുടെ കൈകടത്തൽ ഭാഗമായി ഉണ്ടായ തെറ്റുകളെ തിരുത്താൻ വന്നതാണെന്നും, ഇസ്ലാമിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആണിനെയും പെണ്ണിനെയും ഒരുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണെന്നും, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് തിന്മ തുടക്കമിട്ടത് പെണ്ണിലൂടെയാണ് എന്നത് അത് തെറ്റായ ധാരണയാണെന്നും അത് ശരിയല്ല എന്നും അത് പരിശുദ്ധ ഖുർആൻ തിരുത്തുകയും ചെയ്യുന്നതിലൂടെ ഹവ്വ എന്ന് പറയുന്ന ആ ആദി മാതാവിന്റെ ശ്രേഷ്ഠത നമുക്ക് വ്യക്തമായി ഈ സംഭവങ്ങളിലൂടെ കാണാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിലും സൂറത്തുൽ ബഖറയിലുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവ്വ ബീവിയെ, ആദം അലൈഹി ഇസ്ലാമിന്റെ ഇണയെ, തുണയെ വളരെ വിശദമായി തന്നെ സംസാരിക്കുകയും തൗബയുടെ ആദ്യത്തെ ആളിന്റെ ഒരു പ്രാതിനിധ്യം വഹിച്ച ഒരാളെന്ന നിലയിൽ ചെയ്ത തെറ്റിനെ തിരുത്തുവാനും അത് അള്ളാഹുവിനോട് പാപമോചനം തേടാനും കഴിയുന്ന ആർജവമുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ ചിത്രീകരിക്കുന്ന ഒരു കഥാപാത്രമായി നമുക്ക് പരിശുദ്ധ ഖുർആൻ കാണാം. ഇതുകൊണ്ടാണ് നമ്മൾ ഹവ്വ എന്ന് പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട ഫിഗറിനെ വളരെ വിശദമായി തന്നെ സംസാരിക്കാൻ തിരഞ്ഞെടുത്തത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ പാർട്ടിസിപ്പൻസിനുള്ള അവസരമാണ്. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.
ബൈബിളില് ഹൗവയെ ആദമിന്റെ വാരിയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അവിടെ മനുഷ്യന് ഒരു ശരീരം എന്ന രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഖുറാനിൽ ഒരേ ആത്മാവിൽ നിന്ന് അതിന്റെ ഇണയം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യൻ പ്രിഡോമിനന്റ്ലി ഒരു ഫിസിക്കൽ ബോഡി എന്നതിനേക്കാൾ അവൻ കൂടുതൽ പ്രധാനം ആയി എന്നും നിലനിൽക്കുന്ന ഒരു ആത്മാവാണ് എന്ന ഇൻഡിക്കേഷനല്ലേ കൂടുതൽ തരുന്നത്. ശരീരം ഇമ്മെറ്റീരിയലാണ്, അത് എവിടെ നിന്നും വരാം, അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. പക്ഷെ ആത്മാവാണല്ലോ കൂടുതൽ പ്രധാനം, അതാണല്ലോ യഥാർത്ഥത്തിൽ മനുഷ്യൻ. ഇങ്ങനെയുള്ള സംഭവങ്ങളെ പ്രത്യേകിച്ച് ഖുർആൻ എന്തിന് പരാമർശിച്ചു എന്നതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ നേരത്തെ വിശദീകരിച്ച പോലെ സ്വർഗീയ പരാമർശം അല്ലാഹു എന്തിനാ പറയുന്നത്? അത് ആദം അലൈഹി ഇസ്ലാമിന്റെ സംഭവത്തോട് ചേർത്തിട്ടാണല്ലോ ഹവ്വയെ പരാമർശിക്കുന്നത്. അവിടെ ഖുർആൻ എന്തിനാ വന്നത്? ഖുർആൻ വന്നത് ഹുദല്ലിന്നാസ് ആയിട്ടാണ്. അപ്പോൾ അവിടെ പിശാചിന്റെ അനുസരണക്കേട്, ആദമിന്റെ തെറ്റ് തിരുത്താനുള്ള മനോഭാവം, അതിന്റെ കൂടെ ഹവ്വയുടെ മനോഭാവം, ഇങ്ങനെയുള്ള സംഭവങ്ങളെ പഠിപ്പിക്കാനാണ് ഖുർആൻ വന്നത്. നമുക്ക് അതേ ഒരു സംഭവങ്ങളെ ഈ തരത്തിൽ മെറ്റാഫിസിക്കലായും ഫിലോസഫിക്കലായും വിശദീകരിക്കാം. അത് ബോഡിയാണോ ആത്മാവാണോ എന്നുള്ള തരത്തിലേക്കൊക്കെ നമ്മൾ കൊണ്ടുപോകാം. അള്ളാഹു അവിടെ നമ്മളൊരു ആയത്തിനെ മനസ്സിലാക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ആയത്തിന്റെ പ്രത്യക്ഷ അർത്ഥം എന്താണ് എന്നതിലേക്കാണ് നമ്മൾ ആദ്യം നോക്കുക. ആ സംഭവം എന്തിനു പരാമർശിച്ചു, എന്താണ് അത് കൊണ്ട് പറയുന്നത് എന്ന് പ്രത്യക്ഷമായ അർത്ഥത്തിൽ, അതായത് വാഹിരിയായ അതിന്റെ പ്രകടമായ അർത്ഥത്തിലേക്കും അതിന്റെ ചർച്ചയിലേക്കും ആദ്യം പോകുക എന്നുള്ളതാണ്. അപ്പൊ അതിലൂടെ നമുക്ക് പോകുമ്പോൾ ഈ തരത്തിലുള്ള തൗബയുടെയും ബൈബിൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ന്യൂ ടെസ്റ്റ്മെന്റിൽ ഉണ്ടായ തെറ്റുകളെ തിരുത്തുവാനും വേണ്ടിയിട്ടാണെന്നും നമുക്ക് അതിന്റെ കൂടെ തന്നെ മനുഷ്യന്റെ നിയോഗത്തെ കുറിച്ചാണ് പറയുന്നതെന്നും നമുക്ക് ആദം അലൈഹി ഇസ്ലാം ഹവ്വയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ സൃഷ്ടിപ്പിന്റെ ഒരു വിശദീകരണം, അതായത് അതൊരു മെറ്റാഫിസിക്കാണ്, മുത്തശാബിഹാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ സാധിക്കില്ല. മൗലാന മൗദൂദി വളരെ സത്യമായ ഒരു യാഥാർത്ഥ്യമാണ് അത് അവിടെ പറഞ്ഞു വെച്ചത്. കാരണം അത് എങ്ങനെയായിരുന്നു, ഇതിങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഉദാഹരണം, ആദം അലൈഹി ഇസ്ലാമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, അപ്പം മണ്ണിന്റെ അംശം മനുഷ്യന്റെ ശരീരത്തിലുണ്ട് എന്ന് സയന്റിഫിക്കലായി വിശദീകരിക്കുന്നത് പോലെയാണ് ഈ പറയുന്ന ബോഡി, അതുപോലെ തന്നെ സ്പിരിച്വൽ ബൈനറികൾ കടന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വേണേൽ സംസാരിക്കാവുന്നതാണ്. ഇബ്നു അറബീനെ പോലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഇമാം റാസിനെ പോലുള്ള ആൾക്കാർ അങ്ങനെയുള്ള ഈ താത്വികമായ വിശദീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ഫിലോസഫേഴ്സ് അങ്ങനെ ആ ഒരു സൃഷ്ടിപ്പിന്റെ ബൈബിൾ ഖുർആനി വിശകലനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെയും ഉള്ളപ്പോൾ തന്നെ നമുക്ക് പ്രകടമായ അർത്ഥങ്ങളിലൂടെയും വിശദീകരണങ്ങളിലൂടെയും കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുക എന്നതാണ് ഖുർആൻ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിനാണ് ഞാനിവിടെ ഫോക്കസ് നൽകിയത്. എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മുടെ ഈ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് ഈ ആത്മാവിൽ നിന്ന് ആദമനെ സൃഷ്ടിച്ചു, അതേ ആത്മാവിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചു. അതേ എന്ന് പറഞ്ഞത് ആദമ സൃഷ്ടിച്ച അതേ നീനാണോ അതോ ആദമിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചു എന്നുള്ളതാണോ? ഏതാണ് അതിലൊരു ക്ലാരിറ്റി എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടില്ല. ആ ഒരു ക്ലാരിറ്റിയാണ് മൗദൂദി സാഹിബ് പറഞ്ഞത്. രണ്ടുപേരെയും ഒരുപോലെ സൃഷ്ടിച്ചു എന്നാണ് മൗദൂദി സാഹിബ് അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച് പറഞ്ഞത്. ഇമാം റാസി മാത്രത്തിലുള്ള പരാമർശം നടത്തുന്നത് തഫ്സീർ റാസിൽ നമുക്ക് കാണാം. ഓക്കെ. പിന്നെ വേറെ വിശദീകരണം വരുന്നത് ആ ഹദീസ് അവിടെ ഉള്ളത് കൊണ്ടേ, ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഫഖുൻ അലൈഹി വന്ന സഹീഹ് ബുഖാരി മുസ്ലിമിൽ വന്ന ഹദീസ് ഉള്ളത് കൊണ്ട് നബി പറഞ്ഞതാണ്, എന്നാൽ പിന്നെ അത് എങ്ങനെ മനസ്സിലാക്കലാണ് സലഫു സാലിഹുകളുടെ വഴി എന്ന് വിശദീകരിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. ആദമിന്റെ വര കൊണ്ട് സൃഷ്ടിച്ചു എന്ന് മനസ്സിലാക്കുന്നതിൽ എന്താ കുഴപ്പം എന്ന് തിരിച്ചു ചോദിക്കാലോ. നബി പറഞ്ഞതല്ലേ, എന്നാ പിന്നെ ചർച്ച അവിടെ തീരേണ്ടതാണ്. ഓക്കെ. അപ്പോ പക്ഷെ അത് ആ വർത്തമാനം ഖുർആനിലില്ല, എന്നാൽ ബൈബിളിലുണ്ട്. അപ്പൊ ബൈബിളിലുള്ള വർത്തമാനങ്ങളെ തിരുത്താനാണ് ഖുർആൻ വന്നത്. പക്ഷേ ഖുർആന്റെ വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനങ്ങളിലും ഈ ലിൽ എന്നാണ് അറബിയിൽ ഉപയോഗിക്കുക, വാരിയൽ എന്ന് പറയുന്ന പദപ്രയോഗം വന്നിട്ടുണ്ട്. അപ്പോ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നത് ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നതാണ് അധികവും പണ്ഡിതന്മാരും. ഇത് രണ്ടാണെങ്കിൽ പോലും ഇവിടെ ആ ഹദീസിന്റെ അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കണമെന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും ആ ഹദീസിനെ പിന്നീട് വിശദീകരിക്കുന്നത് ഒരു സ്ത്രീയോടുള്ള പുരുഷന്റെ, അതായത് ഇണയോടുള്ള, തന്റെ തുണയോടുള്ള
ഒരു പുരുഷന്റെ ഇടപാട് എന്താവണം എന്നാണ് അതുകൊണ്ടാണ് വസ്തവസു ബിൽ നിസാ ഖൈർ എന്ന് ആദ്യം നബി പറയണത്. സ്ത്രീകളോട് നന്നായി നല്ല ഉപദേശിക്കുക, നല്ല വർത്തമാനം പറയുക എന്ന് പറഞ്ഞിട്ട് എല്ലിനെ കുറിച്ച് പറയുമ്പോൾ അത് അവരുള്ള ഇടപെടലിന്റെ സൗന്ദര്യത്തെയാണ് സൂചിപ്പിക്കുന്നതാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നത്. ഓക്കെ, ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മുടെ ക്ലാസ്സിന്റെ റെക്കോർഡഡ് വീഡിയോസ് അതിന്റെ ചാനലും ഓൾറെഡി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പം ഇതിന്റെ പവർ പോയിന്റ് അതിന്റെ റെഫറൻസസ് ഒക്കെ ഇൻഷാല്ല വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് പോസ്റ്റ് ചെയ്ത് തരാം ഇൻഷാല്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.